ഹാൻഡ് പിക്കപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഴയ 2 ടയറും കുറച്ച് പട്ടിക കഷ്ണങ്ങളും ഉപയോഗിച്ച് ഇതുപോലൊരു ചിക്കൻ കേജ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക. ആദ്യം നമുക്ക് ഇതുപോലത്തെ 2 പഴയ 2 വീലറിൻ്റെ ടയറും കുറച്ച് പട്ടിക കഷ്ണങ്ങളും എടുക്കാം. പട്ടിക കഷ്ണത്തിൽ 2 പീസ് മാത്രം കുറച്ച് വീതി കൂടിയതും ബാക്കിയെല്ലാം വീതി കുറഞ്ഞതും എടുക്കാം. ആദ്യം നമുക്ക് ഈ ടയർ താഴ്ഭാഗത്ത് ഒരേ അളവിൽ മുറിച്ചെടുക്കാം. അതിനായിട്ട് ഈ പട്ടിക ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറുവശത്തും വരച്ചു കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മെഷീൻ ഉപയോഗിച്ച് ടയർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വശത്തും കൂടി കട്ട് ചെയ്യാം. ഈ 2 വശത്തും കട്ട് ചെയ്തതുപോലെ മറുവശത്തും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ടയറും മുറിച്ചെടുക്കാം. അപ്പോൾ 2 ടയറും അടിഭാഗം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പട്ടിക കഷ്ണം എടുത്ത് കട്ട് ചെയ്യാം. ഒരേ നീളത്തിലുള്ള 2 പട്ടിക നമ്മൾ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ടയറിൻ്റെ വലുപ്പത്തിൽ വീതി കൂടിയ പട്ടിക നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ട് വീതി കൂടിയ മരക്കഷ്ണം ഒരേ അളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ടയർ കഷ്ണം എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. മരക്കഷ്ണത്തിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ആണി അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ടയർ കൂടി അടിച്ചു കൊടുക്കാം. ടയർ ആണിയടിച്ച ശേഷം ഇതുപോലെ 2 പട്ടിക കഷ്ണം ഉപയോഗിച്ച് 2 ഭാഗത്ത് നമുക്ക് ആണി അടിച്ചു കൊടുക്കാം. പട്ടിക കഷ്ണത്തിൽ ആദ്യം 2 ആണി അടിച്ചേക്കാം. അടുത്ത നമ്മൾ ഈ നെറ്റ് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നെറ്റിൻ്റെ അളവിൽ കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് വെച്ച നെറ്റ് നമുക്ക് ഈ മരത്തിൽ പിൻ ചെയ്ത് ഉറപ്പിക്കാം. ഈ നെറ്റ് നമ്മൾക്ക് പിൻ ചെയ്ത് ഉറപ്പിക്കാം. മറുവശത്തും കൂടി നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും പിൻ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ടയറിലേക്ക് കൂടെ പിൻ ചെയ്ത് കൊടുക്കാം. മറുവശത്തെ ടയറിലും കൂടെ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ടയറിൻ്റെ എല്ലാ ഭാഗത്തും പിൻ ചെയ്യാം. ടയറിൻ്റെ 2 ഭാഗവും മുഴുവനും പിൻ ചെയ്ത ശേഷം സൈഡ് 2 വശം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റ് അളവെടുക്കാം. ഒരു മാർക്കർ ഉപയോഗിച്ച് ഈ ടയറിൻ്റെ ആകൃതി നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം. നെറ്റ് കട്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ നെറ്റും കൂടി ടയറിൻ്റെ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത നെറ്റ് നമുക്ക് ടയറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
മറുവശം കൂടി നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഡോറിൻ്റെ ഫ്രെയിം വെക്കാൻ സെൻറ്റർ ഭാഗത്തെ അളവെടുക്കാം. അതിനാവശ്യമായ പട്ടിക കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ ഡോർ വെക്കാൻ ആവശ്യത്തിനായിട്ട് വ്യത്യസ്ത വലുപ്പത്തിൽ മരക്കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഡോറിനുള്ള പട്ടിക നമ്മൾ ആണി അടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കേജിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഡോർ വെക്കാനായിട്ട് കേജിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് അളവെടുക്കാം. ഇനി നമുക്ക് ഡോറിൻ്റെ ഫ്രെയിം സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആണി അടിച്ചു കൊടുക്കാം. ഇനി ഇത് കമഴ്ത്തി വെച്ച് ഡോറിൻ്റെ മുൻവശത്ത് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തെ നെറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത നെറ്റിൻ്റെ പീസ് ഇനി ഡോറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ നെറ്റ് അടിച്ച് വെച്ച ഡോർ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വിജാഗിരി ഉപയോഗിച്ച് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടയാളപ്പെടുത്തിയ ഭാഗത്ത് സ്ക്രൂ ചെയ്യാനായിട്ട് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോൾ ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലത്തെ സ്ക്രൂ ഉപയോഗിച്ച് വിജാഗിരി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അകത്തുനിന്ന് ഡോറ് പുറത്തേക്ക് തുറന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ആക്സോ ബ്ലേഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഈ രണ്ട് വശത്തും നമുക്ക് ഓരോ ഹോൾസ് കൊടുക്കാം. ഈ സ്ക്രൂ മുഴുവനായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്സോ ബ്ലേഡ് ഇവിടെ ലോക്കായി നിൽക്കാൻ നമുക്കിവിടെ ഒരു ചെറിയൊരു ഗാർഡ് എടുത്ത് കൊടുക്കാം. കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതിലും കൂടെ ഒരു സ്ക്രൂ വെച്ച് കൊടുക്കാം. ഇനി ഈ ഗാഡി ടൈറ്റ് ആകാത്ത വിധം ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം.